യെസ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന യെസ് ബാങ്കിൻ്റെ എയ്സ് റുപ്പേ ക്രെഡിറ്റ് കാർഡാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് റുപ്പേ കാറ്റഗറിയിൽ നമുക്ക് നല്ലൊരു ക്യാഷ് ബാക്ക് 2% തന്നെ ക്യാഷ് ബാക്ക് എവറി ട്രാൻസാക്ഷൻ നമുക്ക് തരുന്നൊരു ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡ് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഈ കാർഡിൻ്റെ ആഡ് ഓൺ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ എന്താണ് ഈ കാർഡിൻ്റെ എലിജിബിലിറ്റി, എന്തൊക്കെ ഫീച്ചേഴ്സ് ബാക്കി ഈ കാർഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ കാർഡിൻ്റെ എലിജിബിലിറ്റി നമുക്ക് നോക്കാം. ഒരു സാലറി ആയിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയ്ഡ് ആൾക്കാർക്കും ഈ കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ 25,000 രൂപയാണ് സാലറി ഉള്ള ആൾക്കാർക്ക് മന്ത്ലി ഇൻകം വേണ്ടത്. സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ 7.5 ലക്ഷം രൂപയാണ് നമുക്ക് ഇൻകം ആയിട്ട് വേണ്ടത്. ഈ കാർഡ് ഒരു ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. ജോയിനിങ് ഫീസോ ആനുവൽ ഫീസോ ഈ കാർഡിന് വരുന്നില്ല. ഈ കാർഡ് നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് 1000 രൂപ വെറുത്തായിട്ടുള്ള ജോയിനിങ് ബോണസ് ആണ് ക്രെഡിറ്റ് പേ എന്ന ആപ്ലിക്കേഷനിൽ നമുക്ക് കിട്ടുന്നത്. ഈ കാർഡ് അപ്ലൈ ചെയ്യുന്നത് ക്രെഡിറ്റ് പേ എന്ന ആപ്ലിക്കേഷൻ വഴിയാണ്. നമുക്ക് ഈ കാർഡിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ കാർഡ് എടുക്കാനായിട്ട് അതിനെ പ്ലേ സ്റ്റോർ എടുത്ത് ക്രെഡിറ്റ് പേ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ആ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കാർഡ് എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാർഡ് കിട്ടാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണ്. ഹൈ അപ്രൂവൽ ചാൻസ് ആണ് ഈ കാർഡിന് വരുന്നത്. എലിജിബിലിറ്റി നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാർഡ് കിട്ടാനായിട്ട് ഈസി ആയിരിക്കും. പിന്നെ യെസ് ബാങ്കിൻ്റെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യെസ് ബാങ്കിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡ് നമുക്ക് എടുക്കാൻ പറ്റില്ല. പുതിയതായിട്ട് വരുന്ന കസ്റ്റമേഴ്സിനാണ് ഈ കാർഡ് എടുക്കാനായിട്ട് പറ്റുക. നമുക്ക് ഈ കാർഡിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. 2% അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ആണ് നമ്മൾ ക്രെഡിറ്റ് പേ എന്ന ആപ്ലിക്കേഷൻ വഴി ചെയ്യുന്ന UPI പേയ്മെന്റ്സിനൊക്കെ നമുക്ക് കിട്ടുന്നത്. ഓൺലൈനിലൊക്കെ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഓരോ 200 രൂപയ്ക്ക് നമുക്ക് 8 റിവാർഡ് പോയിന്റ്സ് ആണ് കിട്ടുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2% തന്നെയാണ് ഇതിന് ഏകദേശം വാല്യൂ വരുന്നത്. 4 പോയിന്റ്സ് ആണ് നമ്മൾ ചെയ്യുന്ന ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ ഓരോ 200 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത്. 2 പോയിന്റ്സ് ആണ് നമ്മൾ ചെയ്യുന്ന യൂട്ടിലിറ്റി സ്പെൻഡ് അതുപോലെ തന്നെ ഇൻഷുറൻസ് പേയ്മെന്റ്സിനൊക്കെ നമുക്ക് കിട്ടുന്നത്. 1% ഫ്യൂവൽ സർചാർജ് വേവറും കൂടി ഈ കാർഡിൽ വരുന്നുണ്ട്. മിനിമം ട്രാൻസാക്ഷൻ 400 രൂപ മുതൽ 5000 രൂപയുള്ള ട്രാൻസാക്ഷൻ ആണ് നമുക്ക് ഈ ഫ്യൂവൽ സർചാർജ് വേവർ കിട്ടുന്നത്. ഈ കാർഡിന്റെ ഫോറക്സ് ചാർജ് വരുന്നത് 2.75% ആണ്. ബാക്കിയുള്ള കാർഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കുറഞ്ഞൊരു ഫോറക്സ് ചാർജ് ആണ് ഈ കാർഡിൽ വരുന്നത്. ഈ കാർഡിലൂടെ നമുക്ക് പർച്ചേസ് പ്രൊട്ടക്ഷൻ പ്ലാൻ വരുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇലക്ട്രോണിക് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ള എന്തെങ്കിലും ഡാമേജ് ആക്സിഡൻറ്റൽ ഡാമേജ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ 50,000 രൂപ വരെയാണ് നമുക്ക് ഇതിൽ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നത്. മെയിൻലി നമുക്ക് കിട്ടുന്നത് മൊബൈൽ അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഐറ്റംസിനാണ്. ഫ്യൂവൽ പേയ്മെന്റ്, റെന്റ് പേയ്മെന്റ്, ക്യാഷ് വിഡ്രോവൽ ഈ കാറ്റഗറീസിനൊന്നും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നില്ല. മാക്സിമം നമുക്ക് ഒരു മാസം 5000 പോയിന്റ്സ് ആണ് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്നത്. 2% നമ്മുടെ അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ആണ് നമുക്ക് UPI പേയ്മെന്റ്സിന് കിട്ടുന്നത്. മാക്സിമം ക്യാപ്പായിട്ടുള്ള 5000 രൂപ വാലിഡ് ആയിട്ടുള്ളത് ഓൺലൈൻ ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ ഓഫ്ലൈൻ ട്രാൻസാക്ഷനും ആണ്. നമുക്ക് ഈ റിവാർഡ് പോയിന്റ്സ് എങ്ങനെയാണ് റെഡീം ചെയ്യാൻ നോക്കാം. ക്രെഡിറ്റ് പേ എന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുറേ വൗച്ചേഴ്സ് ആക്കാനുള്ള ഓഫർ വരുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വൗച്ചേഴ്സിന് നമുക്ക് എക്സ്ട്രാ ഓഫേഴ്സും കൂടി കിട്ടുന്നുണ്ട്. അപ് ടു 24% വരെ നമുക്ക് ഓഫേഴ്സ് നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് ബാക്ക് പോയിന്റ്സ് റെഡീം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. മിനിമം നമുക്ക് 6% to 24% വരെയാണ് ഇങ്ങനെ ഡിസ്കൗണ്ട് കിട്ടുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന പോയിന്റ്സിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള വാല്യൂ ആയിട്ടുള്ള വൗച്ചേഴ്സ് നമുക്ക് റെഡീം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ റുപ്പേ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ഞാൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് കാർഡ്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.